കൂട്ടുകാരെ നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്ന മുല്ലമുട്ടുകളാണ് കേട്ടോ. അപ്പോൾ സംഭവം കിടുവായിട്ടുണ്ട്. ഒരു 18 ലക്ഷം പേര് ആ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി കൂട്ടുകാർ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഞാനിത് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ മുല്ലപ്പൂവാണ് കഴിഞ്ഞാൽ ഉണ്ടാക്കിയത്. മുല്ലമുട്ട് ഉണ്ടാക്കണ രീതിയാണ് ഈ കാണിച്ചങ്ങനെ കേട്ടോ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മുല്ലപ്പൂ അല്ലാന്ന് തോന്നണില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട കേട്ടോ. സംഭവം നമ്മൾ തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയ മുല്ലമുട്ടുകളാണ് ഇതൊക്കെ. ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാവില്ല ഇത് മുല്ലപ്പൂ അല്ലാന്ന് കേട്ടോ. അപ്പോൾ സംഭവം കിടുക്കാച്ചയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇത് മുല്ലമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി. സംഭവം നമുക്ക് 10 രൂപക്ക് ഉള്ള ടിഷ്യൂ പേപ്പർ കൊണ്ട് 4 മുഴം മുല്ലപ്പൂവെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതെ ഞാൻ ഒരു 15 രൂപയുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാണത് ഇതുപോലെ ഇത്രയും മുല്ലമുട്ട് ഉണ്ടാക്കിയെടുത്തേക്കാൻ. അപ്പോൾ ഇത് നമ്മുടെ തെർമോക്കോൾ ബോൾ നമുക്ക് 10 രൂപക്ക് വാങ്ങാൻ കിട്ടും. ഇതുപോലുള്ള പാക്കറ്റുകൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളൊക്കെ നമുക്ക് കടയിൽ നിന്ന് ലഭിക്കും. അപ്പോൾ ഇതുപോലത്തെ ടിഷ്യൂ പേപ്പറാണ് ഞാൻ എടുത്തേക്കണേ. നമ്മൾ നേരത്തെ മുല്ലപ്പൂ ഉണ്ടാക്കിയപ്പോഴും ഇതുപോലത്തെ ടിഷ്യൂ പേപ്പറാണ് എടുത്തേക്കണേ. കുറേ കൂട്ടുകാർ ചോദിച്ചു എങ്ങനത്തെ ടിഷ്യൂ പേപ്പറാണ് എടുക്കണേന്ന്. സംഭവത്തിൽ ഇതുപോലത്തെ കൈ പിടിക്കുന്ന കർച്ചീഫ് ടൈപ്പുള്ള ടിഷ്യൂ ആണ് ഞാൻ മേടിച്ചേക്കണേ. വലിയ ടിഷ്യൂ ആണെങ്കിലും കുഴപ്പമില്ല. അതും അധികം ഡിസൈനൊന്നും പാടില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഇതുപോലെ സ്ക്വയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ചെറിയൊരളവിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ പാക്കറ്റ് മുഴുവൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ 4 മുഴം പൂ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ തെർമോക്കോൾ എന്നിട്ട് വീണ്ടും ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്കറ്റും കൊണ്ട് നമുക്ക് 4 മുഴം മുല്ലപ്പൂ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ചിലവാകുന്ന പൈസ എന്ന് പറയുന്നത് 25 രൂപയാണ് കേട്ടോ. അപ്പോൾ സംഭവം ഒരു പച്ച പെയിൻറ്റ് നമ്മൾ നേരത്തെ പൂ ഉണ്ടാക്കാൻ എടുത്ത പോലെ പച്ച പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ലൈറ്റ് ഷെയ്ഡ് വേണോട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ആ തെർമോക്കോൾ ബോൾസ് എടുത്തിട്ട് നമ്മുടെ ഈ സ്ക്വയർ ആയിട്ടുള്ള നമ്മുടെ ടിഷ്യൂ പേപ്പേഴ്സ് ഉണ്ടല്ലോ അതിനകത്തേക്ക് ഒന്ന് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് താഴ്ഭാഗത്ത് നമ്മുടെ തണ്ടിൻ്റെ ഭാഗത്ത് ഈ പച്ച കളറൊന്ന് ഇങ്ങനെ കാണിച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ ഒരു തണ്ടിൻ്റെ രൂപത്തിൽ നമുക്ക് കിട്ടും. എക്സസ് ആയിട്ട് കൂടുതൽ നീളം വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. അല്ലെങ്കിൽ കോർക്കണ സമയത്തൊന്ന് മുറിച്ചെടുത്താൽ മതി. കൈ കൊണ്ട് തന്നെ ഒന്ന് ഞെക്കിയിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു പോരും. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമാണ് ഇത് കെട്ടാൻ പാടുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പൂ ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ടിഷ്യൂ പേപ്പറിൻ്റെ ലെയർ കൂടാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മുടെ പേപ്പർ നല്ല പീസായിട്ട് മുറിച്ചെടുത്തിട്ട് തിൻ ലെയറായിട്ട് വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. കട്ടി കൂടുതലാണെങ്കിൽ നമ്മുടെ തണ്ടിന് ഒത്തിരി കട്ടിയായിട്ട് വരും. അപ്പോൾ കെട്ടാൻ നേരത്ത് കുറച്ച് പാടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് കെട്ടിയെടുക്കാം. സംഭവം ഞാൻ ഇത്ര ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടില്ലേ കൂട്ടുകാരെ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്ക് കെട്ടിയെടുക്കാം. ഞാൻ വാഴനാരിലാണ് കെട്ടിയെടുക്കാൻ പോണത്. അപ്പോൾ കുറേ കൂട്ടുകാർ എന്നോട് ചോദിച്ചുകൊണ്ടാണ് ഞാനിത് വാഴനാരിൽ കെട്ടണ വീഡിയോ ഇടുന്നത്. കുറേ പേര് കുട്ടികളായിരിക്കും കൂടുതൽ പേര് ചോദിച്ചാണ് കെട്ടാൻ അറിയില്ല ചേച്ചി, അപ്പോൾ ഇതെങ്ങനെയാണ് ചേച്ചി വാഴനാരിൽ കെട്ടിയത്. നമ്മൾ സൂചി നൂലിൽ കോർക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത് പേപ്പർ ആയതുകൊണ്ട് കീറി പോരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കെട്ടി പൊക്കുവാണെന്നുണ്ടെങ്കിൽ അനങ്ങാണ്ട് തന്നെ സെറ്റായിട്ടിരുന്നോളും. അപ്പോൾ കുറച്ച് സ്പ്രേയും കൂടി അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുല്ലപ്പൂ സംഭവം കിടുവായിട്ടുണ്ടോ. ഞാനിത് കോർത്ത് വന്നപ്പോൾ 4 മുഴമുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ കോർത്തിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. സംഭവം ഇതുപോലെ അണ്ട കെട്ടുന്നത് നമ്മുടെ നൂലെടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് റൗണ്ട് ആക്കി എടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് എടുക്കാം. കയ്യിൽ നിന്ന് മൊത്തം നമ്മുടെ പെയിൻറ്റ് ഇരിപ്പുണ്ട് കേട്ടോ നഖത്തിലൊക്കെ. അപ്പോൾ ഇതുപോലെ ഒന്ന് റൗണ്ടിൽ ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് ഉള്ളിൽ കൂടി ഇതുപോലെ ആ നൂലിങ്ങനെ കയറ്റിയെടുക്കാം വാഴനാര്. എന്നിട്ട് നമ്മുടെ ഒരു മുല്ലപ്പൂ ഒരു സൈഡിലേക്ക് അങ്ങാടും ഇങ്ങാടും നല്ല രീതിയിൽ വെച്ച് കൊടുക്കുക. അപ്പുറത്തേക്ക് ഒരെണ്ണം വെക്കാം, ഇപ്പുറ സൈഡിലേക്കും വെക്കാം. എന്നിട്ട് നമുക്ക് ആ വട്ടം ഒന്ന് മുറുക്കുക, ഇതുപോലെ ഒന്ന് മുറുക്കി കൊടുക്കാം കേട്ടോ. അപ്പം നെക്സ്റ്റ് അടുത്ത ഇതുപോലെ കെട്ടാൻ നേരത്തെ നമ്മുടെ ഫസ്റ്റ് കെട്ടിയ മുല്ലപ്പൂമ്പ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം അടുത്തൊരു റൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എക്സസ് ഉള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പേപ്പറിൽ മേന്നത് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി ഈ സെയിം നൂല് തന്നെ ഇതുപോലെ കയറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുല്ലപ്പൂ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള രീതിയിൽ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി കിടക്കാച്ചയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മയും ചിറ്റയൊക്കെ ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ മുല്ലപ്പൂ വെച്ചിട്ട് ഓണം സെലിബ്രേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ വെച്ചിട്ട് പോയി കഴിഞ്ഞപ്പോൾ അമ്മേൻ്റെ അടുത്ത് നിന്ന് വേറൊരു ടീച്ചർ മേടിച്ചിട്ട് അത് പകുതി അമ്മ ആ ടീച്ചർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒത്തിരി നല്ല റെസ്പോൺസാണ് കിട്ടിയേക്കണേ പറയാം. പിന്നെ കുറേ കൂട്ടുകാരും ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഉണ്ടാക്കിയ പൂക്കളൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ പൂവിനൊക്കെ 2000 കിലോന് 2000 രൂപയാണെന്നാണ് പറയണത്. നമ്മുടെ ഏരിയയിലും ഇപ്പോൾ ഓണം ആകുമ്പോഴേക്കും ഒരു 150 രൂപ
വെച്ചിട്ടൊക്കെ നമ്മുടെ പൂവിന് വരും. അപ്പോൾ മണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പ്രേയും കൂടി അടിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അതെ, നമ്മുടെ പേപ്പർ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് ഒരെണ്ണം വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രം നമുക്ക് കെട്ടാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മുല്ലമുട്ടുകൾ ഉണ്ടാക്കി വെച്ച ശേഷം ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, ആ നനവ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ നനവ് പോണേക്കുമ്പോൾ ഒരെണ്ണം ലാസ്റ്റ് ഉണ്ടാക്കി ഒരെണ്ണമാണ് ഇപ്പോൾ എടുത്ത് വെച്ചത്. അതുകൊണ്ടാണ് അത് ബോൾ അതിനകത്തൊന്ന് വിട്ട് പോയത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. പിന്നെ കുറേ കൂട്ടുകാർ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ഇട്ടായിരുന്നു പൂവിൻ്റെ ഇത് നനഞ്ഞാൽ പോയില്ലെന്ന്. ഓഫ് കോഴ്സ് എന്തായാലും നനഞ്ഞാൽ ഇത് ചീത്തയായി പോവും. പക്ഷേ നമ്മൾ മുല്ലമുട്ട് ഉണ്ടാക്കി വെച്ചിട്ട് മുല്ലപ്പൂ വെച്ചിട്ട് ആരും മഴയത്തിറങ്ങി നടക്കില്ലല്ലോ. അപ്പം മഴ കൊള്ളാണ്ട് നോക്കാം കേട്ടോ. അപ്പോൾ സെലിബ്രേഷനൊക്കെ നമുക്ക് വെച്ചിട്ട് പോകാനും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലുള്ള പൂക്കൾ ഉണ്ടാക്കിയിട്ട് എത്ര വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ തന്നെ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് 4 മുഴം പൂവ് ഉണ്ടാക്കിയെടുത്തെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചിട്ട് 4 മുഴം മുല്ലമുട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും മുല്ലമുട്ട് പോലെ തന്നെ. ഇത് കോർത്തുകൊണ്ടിരുന്ന പച്ച വന്നിട്ട് മുല്ലപ്പൂ എപ്പോൾ മേടിച്ച് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ട് വന്ന് അമ്മ കോർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞത് പൂവൊന്നുമല്ല അവളുണ്ടാക്കിയാന്ന് പറഞ്ഞപ്പോഴാണ് അച്ഛൻ ശ്രദ്ധിക്കണം. അപ്പോൾ പറഞ്ഞാൽ ശരിക്കും മുല്ലമുട്ട് പോലെ തന്നെ ഉണ്ടല്ലോ സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ചൂടിട്ടുള്ള ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുല്ലപ്പൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ 4 മുഴം കോർത്തിട്ടുണ്ടെന്ന്. സംഭവം വാഴ നാരിലെ അമ്മ കോർത്ത് തന്നാണ്. 4 മുഴം മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. ഇച്ചിരി കൂടി വലിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നീളം ഉണ്ടാവും. നമ്മൾ മുല്ലപ്പൂ ഇട്ടുമ്പോൾ നീളം കിട്ടാൻ ഇവിടെ ഇതുപോലെ ഒന്ന് വലിക്കുമല്ലോ തൂക്കാട്ടോ. നമ്മളിവിടെയൊക്കെ മുല്ലപ്പൂവിന് 150 റുപ്പീസ് വരെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ അത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഞാൻ തലയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഒരു സേഫ്റ്റി പിൻ വെച്ചിട്ട്, സേഫ്റ്റി പിന്നല്ല നമ്മൾ സ്ലേഡ് വെച്ചിട്ട് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം. സെറ്റായാ? ചാടിപ്പോയാ? ഇരുന്നാ? ഓക്കെ. അപ്പോൾ കണ്ടോ, കിടക്കാൻ ചെയ്തിട്ടില്ലേ? ഇല്ല മോളെ? യെസ്. അപ്പം ഞാൻ ഹെയർ ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സെറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഇതുപോലെ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ സെറ്റാക്കി എടുക്കുക. ഞാൻ താഴ്ഭാഗത്ത് ഇങ്ങനെ വെക്കാൻ നോക്കിയിട്ട് എനിക്ക് അത്ര ചേരണില്ല. അപ്പം ഞാൻ ഇതുപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ആണോ കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരും പൂക്കളൊക്കെ ഉണ്ടാക്കിയിട്ട് ഓണത്തിന് നല്ല സുന്ദരി കുട്ടികളായിട്ട് അണിഞ്ഞൊരുങ്ങണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.